ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. പക്ഷെ അൻവർക്ക് എന്നെ 14 വർഷമായിട്ട് ആദ്യമായിട്ടൊരു സിനിമ ഉണ്ട്. അപ്പം ഞാൻ ഇവനെ വിളിച്ചു, എടാ നീ എന്തോ വലിയ സാധനമായിട്ടോ ചെയ്തേ. അൻവർക്ക് എന്നെ വിളിച്ചിട്ട് ഇത്രയും വർഷമായിട്ടൊരു ഐ ആം സെൽഫ്ലെസ്ലി സെൽഫിഷ് ആണ്. നിങ്ങൾക്ക് നല്ലത് സംഭവിച്ചാലും മോശം നല്ലത് സംഭവിക്കട്ടെ, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കോട്ടെ. എനിക്ക് ക്രിറ്റിസിസം വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി, നമ്മൾ പ്രതികരണം ഇടുകയാണെങ്കിൽ കൃത്യവും വ്യക്തവുമായിട്ട് നമുക്കറിയാവുന്ന രീതിയിൽ എല്ലാത്തിനെയും കുറിച്ച് ഇടണം. നമ്മളുടെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ഇട്ടാൽ അത് എന്താ പറയുക, സെലക്റ്റീവ് പ്രതികരണമായി പോകും. വല്ലപ്പോഴും വന്ന അത് ചെയ്യരുത്. ഞാൻ പേഴ്സണൽ PR ഉള്ള വിശ്വാസം മാറ്റി. സിനിമകൾ സംസാരിക്കട്ടെ, ഇവിടം വരെ നരച്ചേട്ടാ, അത് ടെൻഷൻ അടിച്ചിട്ട്. അതുകൊണ്ട് ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ഞാൻ ഫുൾ വൈറ്റ് ആയി പോയത് ആ പടം പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ്. അതുവരെ ഞാൻ ബ്ലാക്ക് ആയിരുന്നു. പൈസ നഷ്ടമൊന്നും ഉണ്ടായില്ല? ഒന്നുമില്ല. ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ടെൻഷനായി. അന്നാണ് കുറച്ച് കള്ളുകൂടി കൂടിയെന്ന് തോന്നുന്നു. അപ്പൊ തീർച്ചയായിട്ടും ടെൻഷൻ അടിച്ചിട്ട്. ഓയ്യോ, അല്ല, ഈ ഒരുപാട് സീനിയേഴ്സിന്റെ സിനിമകളിലൊക്കെ ആദ്യകാലത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം അവരിൽ നിന്ന് വിളി കിട്ടാത്തതിൽ വിഷമമുണ്ടോ? ഇല്ലേ, ഞാൻ ചോദിക്കും, തന്നില്ലെങ്കിൽ എനിക്ക് പരാതിയൊന്നും ഇല്ല. ബുദ്ധിമുട്ടിക്കുന്ന രീതി ചോദിക്കില്ല കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കും. പക്ഷെ തരാത്തതുകൊണ്ട് അവരൊരിക്കലും നമ്മുടെ മനസ്സിൽ ചെറുതാവുകയോ അവരോടുള്ള ആരാധന കുറയുകയില്ല. നമുക്ക് അവസരം ഇല്ലാതായ ചിലപ്പോൾ ദേഷ്യം വരാം കേട്ടോ. അപ്പോൾ തോന്നാം ദൈവാനുഗ്രഹിച്ച് നമുക്ക് ജോലി ചെയ്യാനുള്ളത് കൊണ്ട് ആയിരിക്കാൻ ചിലപ്പോൾ അങ്ങനെ ഒരു ഫീല് വരാത്തത്. മനുഷ്യനാണ്. അല്ലെങ്കിൽ നമ്മൾ കുറേ ചോദിച്ചു കഴിയുമ്പോൾ തന്നില്ലെങ്കിൽ ആരാണ് ദേഷ്യം വരും. അല്ല, ഇവരെല്ലാരെങ്കിലും വിളിച്ചിട്ട് അജുവിന്റെ പ്രകടനം നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അൻവർ റഷീദ്, അൻവർക്ക് ഈ അടുത്ത് ഗഗനചാരി കണ്ടിട്ട് 14 വർഷത്തിൽ ആദ്യമായിട്ട് അൻവർക്ക് എന്നെ ഒരു പടത്തിൽ കണ്ടിട്ട് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം ഞാൻ ഗഗനചാരി എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ട് അങ്ങനെ കണക്ട് ആയിട്ടില്ല. പക്ഷേ ഈ സംവിധാനമുള്ള എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ ചെയ്ത എൻ്റെ സുഹൃത്താണ്. പക്ഷെ അയാൾക്ക് ഇന്നത്തെ തലമുറ അറിയാം. ഇന്ന് അവർക്ക് കണക്ട് ആവുന്ന കുറേ പുതിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ദുബായ് കണ്ടില്ല എന്ന് വെച്ചാൽ ദുബായ് ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ലോകത്തുണ്ട്. പക്ഷെ അൻവർക്ക് എന്നെ 14 വർഷമായിട്ട് ആദ്യമായിട്ടൊരു സിനിമ ഉണ്ട്. അപ്പം ഞാൻ ഇവനെ വിളിച്ചു, എടാ നീ എന്തോ വലിയ സാധനമായിട്ടോ ചെയ്തേ. അൻവർക്ക് എന്നെ വിളിച്ചിട്ട് ഇത്രയും വർഷമായിട്ടൊരു കണ്ടപ്പോൾ ഇടവും നന്നായിട്ടൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഒരാളുടെ എഫേർട്ട് എടുത്ത് പറയുകയല്ലോ. അതേപോലെ കേരള ക്രൈം ഫയൽസ് ആണ് ദിലീഷ് ഏട്ടൻ വിളിച്ചത്. അങ്ങനത്തതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. ഈ 2 പേരും എൻ്റെ മനസ്സിൽ വളരെ ഉയർന്ന നിലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട 2 ഫിലിം മേക്കേഴ്സാണ്. അത് തീർച്ചയായും അങ്ങനെയുള്ള ആൾക്കാർ അതുകൊണ്ട് മാത്രമേ അവർ വിളിക്കുകയുള്ളൂ. തരും അവരെല്ലാവരും വെറുതെ അതുകൊണ്ട് ഞാൻ വളരെ അമൂല്യമായിട്ട് എടുക്കുന്നു. അതേപോലെ എനിക്ക് വളരെ എന്താ പറയുക, എനിക്ക് അങ്ങനെ നേരിട്ട് പരിചയമില്ല, നല്ല ഒരു വ്യക്തി ഇങ്ങനെ എൻ്റെ സിനിമകൾ ആസ്വദിക്കുന്നു എന്നാണ്. ഇപ്പം അദ്ദേഹം ഈ പറഞ്ഞ പോലെ സ്പിരിച്വാലിറ്റിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി. അപ്പം അതും നമുക്ക് അങ്ങനത്തെ കുറേ ചില അമ്മമാർ പറയുമ്പോൾ പ്രായമുള്ള നെല്ലിമൂങ്ങയാണ് അവർക്ക്. പക്ഷെ അവരിൽ ചിലർ അത് പറയുമ്പോൾ നമുക്കറിയാം ആ ജെനുവിനിറ്റി അവരുള്ളിൽ തൊട്ട് ഇഷ്ടപ്പെട്ട് പറയുന്നതാണ്. കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ പാട്ട്. അപ്പം അങ്ങനെയുള്ള ചില ഇത് നമുക്ക് അത് ആരെന്നില്ല, ആര് പറഞ്ഞാലും പ്രേക്ഷകരും ഇൻഡസ്ട്രിയിലുള്ളവരും നമുക്ക് തരുന്ന സന്തോഷം ഒന്ന് തന്നെ. അല്ല, ഈ വെള്ളിമൂങ്ങ പ്രത്യേകിച്ചും പറയണം. അഥവാ ബിജു മേനോൻ ഈ പറഞ്ഞ അജു കോമ്പിനേഷൻ അതൊന്നും സിനിമ ഒരു ഐഡിയ ഇല്ലാതെ അഭിനയിച്ച സിനിമകളാണ് ചേട്ടാ. കാര്യം സിനിമയുടെ ടെക്നിക്കാലിറ്റി 10-20 സിനിമ കൊണ്ടൊന്നും ഒരു ടെക്നിക്കാലിറ്റി നമ്മൾ പഠിക്കില്ല. എൻ്റെ 25ാം സിനിമ എന്തോ 20 ശേഷമുള്ളൂ. ഒരു ടെക്നിക്കാലിറ്റിയും അറിയില്ല. ഇങ്ങോട്ട് തിരിയാന്ന് പറഞ്ഞ ഇച്ചിരി കൂടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞ് മാറ്റുന്ന പ്രായമാണ്. ക്ലൂലെസ് ആണ്. ഡയലോഗ് അവിടെ നോക്കി പറഞ്ഞു വെച്ചെടുത്ത്. ഇപ്പം പാട്ടുകാരനല്ല, പക്ഷെ ആ പാട്ട് കിട്ടിയത് ഭയങ്കര എനിക്ക് ഞാൻ അതാ പറഞ്ഞ എന്താ പറയാ, ആ പാട്ട് പാടില്ല, വേറെ ഏത് പാട്ട് പാടില്ല. അത് ഞാനത് ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന്റെ അല്ലേ, കൃഷ്ണൻ അല്ലേ, ഉണ്ണിക്കൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ആ അനുഗ്രഹമായിട്ട് തന്നെ ടേക്കിട്ട്. കാര്യം ഞാൻ സന്തോഷിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല, സിനിമയിലായതുകൊണ്ട് കിട്ടിയത്. പുണ്യാളൻ്റെ ഒരു ജനുവരി 1-ാം തീയതി എപ്പോഴും ഓടുന്ന ഒരു ക്ലിപ്പുണ്ട്. എൻ്റെ ജോയേട്ടാ, കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പല പ്ലാനിങ്ങും പാളി, ഈ വർഷമെങ്കിലും എന്ന് പറയും. അത് വടക്കനാൻ്റെ മുന്നിലാണ് ഞങ്ങൾ കിടക്കുന്നത്. അവിടെ അങ്ങനെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നല്ല ഫ്രെയിമിങ്.
അത് എല്ലാ ജനുവരി 1 എനിക്ക് കിട്ടുന്നു. എനിക്ക് തന്നെ അയച്ചൊരു ന്യൂ ഇയർ. അതെനിക്ക് ഭയങ്കര ഒരു മൊമെന്റാണ്. കാര്യം വടക്കുന്നാഥന്റെ മുന്നിലാണ് അത് ഏറ്റവും പവർഫുൾ ആൻഡ് ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു റിലീജിയസ് സ്ഥാനമാണ്. അതുപോലെ എനിക്ക് മൂകാംബികയിൽ അരവിന്ദ് അതിൽ കഴിയുമ്പോൾ ഞാൻ ആ 14 കിലോമീറ്റർ ജീപ്പ് ഓടിച്ച ഞാൻ കുറിജാതിരി വരെ. ആ ജീപ്പ് കുടിക്കാൻ കിട്ടൂല, പറ്റത്തില്ല, കേറ്റാൻ പറ്റില്ല, ഇറക്കാനാണ് പ്രശ്നം. പക്ഷെ അവർ തരൂല. ഇതിപ്പോ ഇവിടുന്ന് ഇവിടെ വരെ ഷോട്ട് എടുക്കാൻ അവർ ഓടിച്ചോളാൻ പറഞ്ഞു. ഓടിച്ചു. അപ്പൊ ആ ടേണിങ് കൂടെ ഞാൻ പറഞ്ഞു, പിന്നെ ഈ ടേണിങ് കൂടെ ക്യാമറ എടുത്തു. അങ്ങനെ 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 പിന്നെ ഒരു 4-5 ടേണായപ്പോ പിന്നെ അവരും വിട്ടു ഓടിത്തോളം. ആ ജീപ്പ് എനിക്ക് ഓടിക്കാൻ കിട്ടിയത്. അയ്യോ, അത് നല്ല, നിങ്ങൾ ഭയങ്കര വലിയൊരു ഡ്രൈവറാ. കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷെ ജീപ്പ് ഗംഭീര പ്ലേ ഉള്ള ജീപ്പാണ്. അതുകൊണ്ട് അത് എനിക്ക് ഒട്ടും ഡിഫിക്കൽട്ടി അല്ല. അത് അവിടുത്തെ ഒരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. അതെനിക്ക് വളരെ ഇതിപ്പോ സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്തു. അത് എൻജോയ് ചെയ്തു. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല മൂകാംബികയിൽ കൊടിജാതിരി പോയാൽ. അപ്പൊ ഞാൻ ഗുരുവായൂരിൽ ഇങ്ങനെ ഒരു അവസരം വന്നപ്പം എന്നാ പിന്നെ അജു വർഗീസിന് എല്ലാ കേട്ട സ്ഥലങ്ങളിലും ഒരു അവസരം കിട്ടുന്ന ഒരു ഭാഗ്യമല്ലേ, ദൈവാനുഗ്രഹമല്ലേ. അപ്പം ഞാൻ അങ്ങനെ കണ്ട് സോങ് ചെയ്യാൻ മ്യൂസിക് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ലിപ്സിങ് എനിക്കറിയില്ലല്ലോ, സ്ഥിരം ചെയ്ത ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ പേടിച്ചു. ആദ്യം വിമിനോട് പറഞ്ഞു, അളയാ ഇങ്ങനെ വേണോ, സോങ് അല്ലേ, ഞാൻ കച്ചേരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പിന്നെ ലിറിക്സ് വിനായക അയച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഒന്ന് പാടി നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്കിതും വിപിനും സമ്മതിച്ചു. പക്ഷെ ഇതൊക്കെ തുടക്കം കുറിച്ചൊന്ന് ഗോപിച്ചേട്ടനാണ്. ഗോപിസുന്ദർ ലവകുശയിൽ വളരെ നീരജും ഇവർ രണ്ടും കൂടെ എന്നെ പറ്റിച്ച് വിളിപ്പിച്ചു, ഒരു ഡയലോഗ് ഡബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു പാട്ട് പാടാ എന്ന് പറഞ്ഞു. അപ്പം പാട്ട് പാടലൊന്നുമല്ല, പറഞ്ഞാൽ മതി, ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചു. പക്ഷെ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ ഗോപിച്ചേട്ടനാണ് റീസൺ ഫസ്റ്റ് ടൈം. ഗോപിച്ചേട്ടൻ നീരജു ഈക്വലി പറയണം. നീരജ് വേണ്ടെന്ന് പറഞ്ഞാൽ ഗോപിച്ചേട്ടൻ വേണ്ടെന്ന് തന്നെ പറയും. ശരിക്കും പാട്ട് പാടുവോ? നമ്മള് എല്ലാരും പാട്ട് ആസ്വദിക്കുന്നവരല്ലേ, ഞാനും അതെ. വളരെ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ സ്പീക്കറിൽ വെച്ച് കേൾക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന യാത്രകളിൽ പാട്ട് മസ്റ്റാണ്. അപ്പം ആസ്വാദകനാണ്. പാടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാം, ലാസ്റ്റ് പാടാം. ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ വരിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പാടാം അല്ലേ? പഴയ പാട്ടുകളാണോ പുതിയ പാട്ടുകളാണ് ഇഷ്ടം? 85 to അങ്ങനെയുള്ള കുറച്ചുകൂടെ ടുഡേയ്സ് അത് മിക്കതും പോകും. എല്ലാ പാട്ടും കേൾക്കുമ്പോൾ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് അധികം അറിയില്ല. പോപ്പുലർ ആയിട്ടുള്ള സോങ്സേ ഉള്ളൂ. അതിലിഷ്ടമുള്ള ഒരു 10 പാട്ടുകളെങ്കിലും ഉണ്ടാവും. മലയാളത്തിൽ, തമിഴിലും അത് തന്നെ. ഹിന്ദിയിൽ അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അറിയില്ല. എൻ്റെ ഫേവറേറ്റ് സിംഗർ എനിക്ക് എന്നും SPB സാറും ഈ പറഞ്ഞ പോലെ സിംഗർ എന്ന സെൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ പാട്ടുകൾ നമുക്ക് ഇമോഷണലി ടച്ച് ചെയ്യുന്നത് പിന്നെ MG ശ്രീകുമാർ സാറും. ചിത്രാമ്മ, സുജാത ചേച്ചി, ഈ രണ്ടുപേരും ഓൾ ടൈം ഫേവറേറ്റ്സിലാണ്. അപ്പം ഇന്നത്തെ തലമുറയെക്കുറിച്ച് പ്രത്യേകിച്ചും ഒരുപാട് കംപ്ലൈൻറ്റുകൾ കേൾക്കുന്നുണ്ടല്ലോ ചുറ്റുപാടും. ഒരുപാട് കംപ്ലൈൻറ്റുകൾ, അങ്ങനെ ഇങ്ങനെയാണ്, അങ്ങനെയുള്ള ആൾക്കാരാണ്, ഇങ്ങനെയാണ്. അത്തരം തലവേദനകൾ, ജോലിയോടുള്ള അലസത ഒക്കെ ഇതിനകത്ത് വരുന്ന ഭാഗമായിട്ടാണ് ഇവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ അജുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇന്നത്തെ തലമുറയുടെ? ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ഒന്നും ബോധേഡല്ല. അത് ഈ അടുത്ത് ഞാനൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് കണ്ടതാണ്. ഞാനിങ്ങനെ തേടി ഇറങ്ങി എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാം. എന്നെപ്പോലെ ഞാൻ വീണ്ടും പറയുന്നത് കമ്പാരിസണോ ഒന്നും അല്ല ആവരുത്, നമ്മുടെ ശീലങ്ങൾ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ അദ്ദേഹം അങ്ങനെ. ഈ അടുത്ത് ഷാറുഖ് ഖാൻ്റെ ഇന്റർവ്യൂവിൽ ഐ ആം സെൽഫ്ലെസ്ലി സെൽഫിഷ്. സെൽഫ്ലെസ്ലി സെൽഫിഷ് ആണ്. നിങ്ങൾക്ക് നല്ലത് സംഭവിച്ചാലും മോശം, നല്ലത് സംഭവിക്കട്ടെ, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കോട്ടെ. എന്നോട് ഞാൻ ആദ്യമൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോന്നിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതികരണം ഇടുമ്പം എനിക്ക് ക്രിറ്റിസിസം വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി, നമ്മൾ പ്രതികരണം ഇടുകയാണെങ്കിൽ കൃത്യവും വ്യക്തവുമായിട്ട് നമുക്കറിയാവുന്ന രീതിയിൽ എല്ലാത്തിനെയും കുറിച്ച് ഇടണം. നമ്മളുടെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ഇട്ടാൽ അത് എന്താ പറയുക, സെലക്റ്റീവ് പ്രതികരണമായി പോകും. വല്ലപ്പോഴും വന്ന അത് ചെയ്യരുത്. ചെയ്യുവാണെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യണം.
അല്ല ഇല്ലെങ്കിൽ ചെയ്യാൻ പോകരുത്. അല്ല ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്ന ഒരാളാണ് അജു. ഞാൻ കോവിഡിന് വരെ ഏറ്റവും കൂടുതൽ കാരണം ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് ഞങ്ങൾ കാര്യങ്ങൾ അറിയുന്നതെല്ലാം അജുവിന്റെ. പിന്നെ ഞാനത് വിട്ടു. പക്ഷെ എന്തുകൊണ്ടത് പെട്ടെന്ന് ഒരു അബ്രപ്റ്റ് ആയിട്ട് നിർത്തിക്കളഞ്ഞത്? ഞാൻ പേഴ്സണൽ PR ഉള്ള വിശ്വാസം മാറ്റി. സിനിമകൾ സംസാരിക്കട്ടെ, റോളുകൾ ആണ് മെയിൻ, അല്ലാതെ എന്നെ കേരളം മുഴുവൻ പരിചിതമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു. അന്ന് മീഡിയ ഇതേപോലെ പോപ്പുലർ പോസ്റ്റ് കോവിഡിൽ ഇങ്ങനെ ഇത്രയും ആയത്. അപ്പം നമുക്കുള്ള ടൂൾസ് ഫേസ്ബുക്ക്, പിന്നെ ഇൻസ്റ്റാഗ്രാം വന്നത്. അപ്പം അതിലൂടെ മാക്സിമം PR അജു വർഗീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിങ്, എനിക്ക് ബ്രാൻഡിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെ, കണ്ടാൽ വഴിയിൽ മനസ്സിലാകുക, ആ പേര് നാവിൽ വരിക എന്നുള്ളത് എൻ്റെ കൂടെ ഉത്തരവാദിത്തമാണല്ലോ. പിന്നെ ഞാൻ മനസ്സിലാക്കി അതെത്ര ചെയ്താലും പടം കൊള്ളൂല്ലെങ്കിൽ കൊള്ളില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ആ എനർജി കുറച്ചും കൂടി അഭിനയത്തിലിട്ടാൽ അത് കുറച്ചെങ്കിലും എനിക്ക് ഗുണമുണ്ടാവും. മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ആഴ്ചയും എൻ്റെ മാത്രമല്ല മറ്റു സിനിമകൾക്കൊക്കെ സിനിമ നല്ലാനും പ്രേക്ഷകർ വരും. അങ്ങനെ വിളിച്ചാൽ എനിക്ക് അംബാൻ, സജിൻ ഗോപു, എൻ്റെ ഫേവററ്റ് ആക്ടേഴ്സ്. ഞാൻ പറഞ്ഞു എനിക്ക് ജോമോൻ ജോർദനെ ഭയങ്കര ഇഷ്ടമാണ്. കാർത്തിക് ശങ്കർ എന്ന് പറഞ്ഞ ആളെ ഇഷ്ടമാണ്. പിന്നെ ബേസിൽ ഇപ്പോൾ ഹീറോ ആയി ഫുൾ ടൈം. ജീത്തുവിന്റെ പടത്തിലാണ് ഇപ്പൊ അഭിനയിച്ചു കഴിഞ്ഞത്. അതെ, ജീത്തുവിന് അതുകൂടെ അല്ല ആദ്യ പടമല്ലേ ചോദിച്ചു കിട്ടിയ. അത് ഭയങ്കര തമാശയാണ്. ഞാൻ ഇതുപോലെ ചോദിച്ച് പ്രിയദർശൻ സാർ ലാൽ സാർ കോമ്പിനേഷൻ ഞാൻ ചെയ്തു. അവരുടെ കോമ്പിനേഷൻ നമ്മളെന്താ വിചാരിക്കുക, കോമഡിയാണ്. ചോദിച്ചു കിട്ടിയത് ത്രില്ലറായി പോയി. ഇത് ജിത്തു ജോസഫ് സാറിന്റെ എന്തിനാ പോകുന്നത്, ഒരു ത്രില്ലർ കിട്ടാൻ. അങ്ങനെ ചോദിച്ചു കിട്ടിയത് ജിത്തു സാറിന്റെ കോമഡി. ഇത് രണ്ടും കൊണ്ടുകൊണ്ടും മാറിപ്പോയി. ഇത് രണ്ടും സക്സസ് ആയി. രണ്ടും നല്ല വേഷമാണ്, ചെറിയ റോളാണ്. ബട്ട് ഞാൻ നേരത്തെ പോലെ കഥയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ലെങ്ത് എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ഗുരുവായൂരമ്മ നടയിൽ ഞാൻ ആ പാട്ട് പാടുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഡെഫിനറ്റ്ലി ഏട്ടാ. ഞാൻ മദ്രാസിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പാട്ട് OTT സിനിമ ഇറങ്ങിയതിന് ശേഷം അങ്ങോട്ട് വന്നിട്ട് ആ പാട്ട് അവിടെ ആൾക്കാർ കണ്ട് അവരുടെ ഇഷ്ടം പറയുമ്പം അത് നമ്മൾ ഒരിക്കലും നമ്മളുടെ കാൽക്കുലേഷനിൽ ഒരു പാട്ട് കണ്ടിട്ട് കേട്ടിട്ട് ബിബിൻദാസ് അന്ന് വിളിക്കുമ്പോൾ ബിബിനും വിചാരിക്കുന്നില്ലല്ലോ. അതും ഈ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമായിരിക്കണം. തീർച്ചയായും എവിടെയോ പുണ്യാളനും എല്ലാ വർഷവും വരുന്നു. അമ്മയുടെ അനുഗ്രഹം. അതെ, അതൊക്കെ എല്ലാ ദൈവങ്ങളും അനുഗ്രഹിക്കണം. നമുക്ക് ആര് നല്ലത് മാത്രം ചെയ്യാൻ നല്ലതുണ്ട്. ഇപ്പൊ എന്റെ കൂടെയുള്ള മുഹമ്മദ് എന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം 3-4 പറ്റുന്ന പോലെയൊക്കെ പുള്ളി പ്രേ ചെയ്യുന്ന ആളാ. ഒരു സ്ഥലത്ത് പ്രേയർ സംഭവിക്കുന്നുണ്ട്, അതിന്റെ ഗുണം എനിക്ക് എന്താണെങ്കിലും കിട്ടും. തീർച്ചയായും. അപ്പൊ മറ്റേ ഈശ്വരന്റെ അനുഗ്രഹം സെലക്റ്റീവ് അല്ലല്ലോ. അതെ, അപ്പൊ വാഴ നനയുടെ ഈ ചീരയും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നടന്നാമല്ലോ, എണീറ്റ് പണിയെടുക്കുക. പുതിയ പ്രൊജക്ടുകളെ കുറിച്ച് കൂടി അറിയാം. എനിക്കൊന്ന് ഊട്ടിയിലൊരു പടം തുടങ്ങാൻ പോകുന്നൊക്കെ ഇങ്ങനെ കേട്ടു. പാലക്കാടോ ഊട്ടിയിലോ? മൂവാറ്റുപുഴ. ഇനിയിപ്പം ഐഡന്റിറ്റിയാണ് എനിക്കൊന്ന് ഒക്ടോബറിൽ റിലീസ്. ഓണത്തിന് അജയന്റെ 2ാം മോഷണം ഒരു ചെറിയ റോളുണ്ട്. പിന്നെ ബാഡ് ബോയ്സ് ഒമറിന്റെ, പിന്നെ ഒരു വെബ് സീരീസ് ഉണ്ട് 2 ഹോട്ട്സ്റ്റാറിന്റെ. ഒരെണ്ണം ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, നീരജും ഗൗരി എന്നും പറഞ്ഞു. പിന്നെ കേരള ക്രൈം ഫയൽ 2nd, അതിന്റെ ഒരു ഗസ്റ്റ് റോളാണ്. ഞാൻ ഗസ്റ്റ് റോൾ ത്രൂ ഔട്ടല്ല, വേറെ പോലീസ് ഓഫീസർ, വേറെ കേസ്. ഇതാണിപ്പം റിലീസിനിരിക്കുന്നത്. തമിഴിലെ ഒരു സിനിമ 2 റാം സാറിന്റെ ഒരു സിനിമ, പേരിട്ടിട്ടില്ല, പേരൻപ് ചെയ്ത റാം അദ്ദേഹത്തിന്റെ. അത് കഴിഞ്ഞു, ഡബിങ് കഴിഞ്ഞു. പിന്നെ ക്യാരക്ടർ റോളാണ്, നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഞാൻ അതാ നോക്കുന്നത് ഒരു സീക്വൻസിൽ ആ ക്യാരക്ടർ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്തത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നമുക്കൊരു വർക്കിംഗ് പാറ്റേൺ. പിന്നെ പ്രഭുദേവ സാറിന്റെ ഒരു സിനിമ ഇപ്പൊ ചെയ്തു. പ്രഭുദേവ സാർ, AR റഹ്മാൻ സാർ 25 വർഷത്തിന് ശേഷം അവർ ഒന്നിക്കുന്ന ഒരു സിനിമ, അത് മൂൺ വാക്ക് എന്ന് പേരിട്ടിട്ട് അതും ഷൂട്ട് കഴിഞ്ഞു. ബിഹൈൻഡ് വുഡ്സ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, അവരാണ് പ്രൊഡക്ഷൻ, അദ്ദേഹമാണ് അതിന്റെ ഓണറാണ് ഡയറക്ട് ചെയ്യുന്നത്, മനോജ് സാർ. അദ്ദേഹം മലയാളി ബേസിക്കലി, തമിഴ്നാട്ടിൽ സെറ്റ് ചെയ്താണെങ്കിലും രസകരമായ ഇന്ററാക്ഷൻ ആയിരുന്നു. അവിടുത്തെ ഒരു മീറ്റർ വേറെയാണല്ലോ. റാം സാറിനെ വെച്ചുകൊണ്ട് റിയലിസ്റ്റിക് സബ്ജക്റ്റും റോള് വരുന്നു. ഇത് കൊമേഴ്ഷ്യൽ, കുറച്ച് ഓവർ ദ ടോപ്പ് ലൗഡൊക്കെ ആക്കി അവിടെ ഇച്ചിരി കൂടുതൽ വേണം.
അപ്പം അതെനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ താത്താൻ നോക്കുമായിരുന്നു. അപ്പം ഞാൻ കൂട്ടണം. അപ്പം ഞാൻ മനസ്സിലാക്കി ഇതെല്ലാം ചെയ്യാൻ പറ്റണം. നമ്മൾ അങ്ങനെ ആ ലേണിംഗ് ആണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പഠിക്കണം, ഇങ്ങനെ ചെയ്യാൻ പഠിക്കണം. അല്ല, ഇതെല്ലാം ഉള്ളിലുണ്ടെങ്കിലേ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അങ്ങനെയുണ്ട്. പക്ഷെ നല്ല ആൾക്കാർ ചേട്ടാ ചില സംവിധാനമുണ്ട്, ചില സാധനങ്ങൾ അത് ഇപ്പൊ വിക്രം, അദ്ദേഹം ഇന്റർവ്യൂ വിക്രം സാർ പറഞ്ഞൊരു സാധനം, ഡയറക്ടർ ബാല, അദ്ദേഹത്തിന് ഈ കഴിവുണ്ട്. എന്ത് വേണ്ട ആരെ വേണം അഭിനയിപ്പിച്ച് ഗംഭീരാക്കി. ലാൽ ജോസ് സാർ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പഴയ തലമുറ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം ഫാസിക, ഭരതേട്ടൻ, മനസ്സിലായില്ലേ? ആ ജനറേഷനെ വിട്ടു കേട്ടോ. കാര്യം അവരെല്ലാം അടിപൊളി ചെയ്തതൊക്കെ ക്ലാസിക്സും. തമിഴിൽ പോയാലും അത് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ 80s ഭാരതിരാജ സാർ, ഭാഗ്യരാജ് സാർ സിനിമകൾ, ബാലേന്ദ്ര സാർ സിനിമകൾ, അത് നമുക്ക് ടൈംലെസ് ആണ്. അപ്പം പ്രഭുദേവായിട്ടാണ് അതിനകത്ത് കൂടുതൽ. അതെ അതെ അതെ, അദ്ദേഹത്തിന്റെ കസിൻ ആയിട്ടാണ്. കോമഡിയാണ് പൂർണ്ണമായിട്ടും. കഥ എനിക്കറിയില്ല കേട്ടോ, സോറി ചോദിച്ചിട്ടില്ല. ഞാൻ പുള്ളിയുടെ കസിനാണ്. ഇങ്ങനെ കോമാളത്തിലൊക്കെ പറഞ്ഞു കൊടുക്കും. ഡാൻസ് ഉണ്ടോ അതിനകത്ത്? ഡാൻസ് നമുക്കില്ല, അതാദ്യമേ ഞാൻ പറഞ്ഞു. ഡാൻസ് ചെയ്യാനില്ല. ഡാൻസ് ചെയ്യിപ്പിക്കാൻ അവർ വിളിക്കത്തില്ലല്ലോ. അല്ല, നാളെ ചോദിച്ചാലും ചെയ്യണം കേട്ടോ. ഞാൻ പറയട്ടെ, ചെന്ന് നിൽക്കുന്നതും ഈ ഡാൻസ് ചെയ്യുന്നതും ഞാനൊരു ഭാഗമാവാൻ വിളിച്ചാൽ ഞാൻ സന്തോഷത്തോടെ പോകും. പക്ഷെ ഡാൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ കോമാളിത്തരം പോലത്തെയൊക്കെ കാണിക്കുക കോമഡിയാണ്. അപ്പൊ പിന്നെ ഏതായാലും ഈ കരിയറിന്റെ തുടങ്ങി ഇങ്ങനെ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് അങ്ങനെ തന്നെ പോകട്ടെ. അതിനിടയ്ക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ ടെൻഷൻ അടിച്ചിട്ട് പ്രൊഡ്യൂസർ ആവാനും ഏതുപോലെ സിനിമകൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് രണ്ടും ആകാൻ ആഗ്രഹിക്കും. ഞാൻ ഏറ്റവും ഒരു ഡയറക്ടർ ആവണമെന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരാളാണ്. ഡയറക്ടറായാൽ എനിക്ക് പക്ഷേ ഒരുപാട് നല്ല സിനിമ അജുവിൽ നിന്നുണ്ടാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അതും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടം വരെ നരച്ചേട്ടാ, അത് ടെൻഷൻ അടിച്ചിട്ട്. അതുകൊണ്ട് അത് ഇപ്പൊ ഞാൻ ഫുള്ളായിട്ട്, പക്ഷെ ചേട്ടൻ്റെ ആ വിഷും ആ ഒരു വിഷും ആൻഡ് റിഗാർഡ്സ് ആൻഡ് വാംത്തും എനിക്ക് സന്തോഷം തരുന്നുണ്ട്. പക്ഷെ ആ കോൺഫിഡൻസ് വന്നാൽ ഞാൻ ചെയ്യട്ടെ. അത് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും അതിന് മുമ്പായിട്ടൊരു പാട്ട് പാടി നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോലക്കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളേ, ഏതപൂർവ തപസ്സിനായി ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗസുന്ദര ചന്ദ്രമുഖബിംബം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളേ. അത് ഞാൻ കേട്ടെ. NG ശ്രീകുമാർ അന്ന് എന്താ പറഞ്ഞു? പുള്ളി അല്ലല്ലേ പറയുള്ളൂ, പുള്ളി പിന്നെ അങ്ങനെ തളർത്തില്ലല്ലോ. അല്ലല്ല, ഈ പാട്ടെടുത്ത് പാടാനേ ഞാനിത് 4ാം ക്ലാസ്സിലോ 5ാം പഠിക്കുമ്പം ഞാൻ പാലക്കാട് പ്രിയദർശിനി തിയേറ്ററിൽ നമ്മളെ രാജഗിരിയിൽ നിന്ന് നമ്മളെ വലമ്പുഴയ്ക്കാണ് ടൂർ ഉണ്ടായത്. അപ്പൊ അങ്ങനെ അന്നത്തെ സെക്കൻഡ് ഷോ ആയിരുന്നു അഗ്നിദേവൻ. അങ്ങനെ പ്രിയദർശിനിയിലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പാലക്കാട് ഉണ്ടായിരുന്നു 2 വർഷം. അപ്പൊ എനിക്ക് പാലക്കാട് അറിയാം. അപ്പം അവിടെ നിന്ന് കേട്ടപ്പം മനസ്സിൽ കയറിയ പാട്ടാ ഈ നിലാവിന്റെ. അങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരി സാർ വരികൾ. സ്റ്റേറ്റ് അവാർഡായിരുന്നു ആ പടം. അതെ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ എനിക്കൊന്ന് ഞാനത് ചോദിക്കാൻ വിട്ടുപോയി. 95 വൈഫും 4 കുഞ്ഞുങ്ങളും എങ്ങനെ ഇരിക്കുന്നു? എല്ലാം സുഖമായിട്ടിരിക്കുന്നു. ഈ പറഞ്ഞ സ്കൂൾ തിരക്ക് ഓരോ വർഷം കഴിയുന്നതോറും ആ കാഠിന്യം കൂടുമല്ലോ. അപ്പൊ പിന്നെ മൂത്ത 2 പേര് ഇപ്പം എന്തായി? ഇപ്പൊ ഫോർത്തില്, രണ്ടാമത്തൊരു സെക്കൻഡില്. അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളുമായിട്ട് എനിക്ക് ടെൻഷനില്ല. ഞാൻ വൈഫിനും ഞാൻ ഒരിക്കലും ആ ടെൻഷൻ അവരിൽ എത്തിക്കില്ല. വിദ്യാഭ്യാസത്തിന്റെ ഏത് ജോലിയും, ഇഷ്ടമുള്ള ജോലി, ഞങ്ങൾ തന്നെ പറഞ്ഞിട്ട് ഇഷ്ടമുള്ള ജോലി ഏറ്റവും നന്നായി ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ള ജോലി ഏറ്റവും നന്നായി ചെയ്യുക. അതിപ്പോ എന്തും ആയിക്കോട്ടെ. അല്ലാതെ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു ഇന്ന ജോലി, ഇന്ന് ഏത് ജോലി ചെയ്താലും അവൻ ബെസ്റ്റ് ആണെങ്കിൽ അവന് കാഴ്ച കിട്ടും. കുഞ്ഞുങ്ങളൊക്കെ സുഖമായിരിക്കുന്ന വളരെ സന്തോഷം കേട്ടോ. അപ്പൊ എന്തായാലും നന്നായിരിക്കട്ടെ.